ആ അമ്മ ശരിക്കും ഒരു സാധാരണക്കാരിയാണോ അതോ ഒരു ക്രിമിനലോ അതോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സൈക്കോപാത്തോ? തുടക്കത്തിൽ അവർ ജയിലിലാകുന്നത് ഒരുപക്ഷെ അവർക്ക് പറ്റിയ ഒരു അബദ്ധം കൊണ്ടാകാം. നമ്മൾ അവരോട് സഹതപിക്കുന്നതും അവിടെയാണ്. പക്ഷെ പിന്നീട് അവരെ തേടി വരുന്ന ഷംനത്ത എന്ന സ്ത്രീയെ അവർ വകവരുത്തുന്നത് ഒരിക്കലും ഒരു അബദ്ധമല്ല. അത് വളരെ കൃത്യമായി അവർ സ്വബോധത്തോടെ ചെയ്തതാണ്. ആ അമ്മയുടെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന അതിക്രൂരമായ ഒരു സൈക്കോപാത്ത് ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അവരുടെ ഈ ഭയാനകമായ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ആ മുത്തശ്ശി മരിക്കുന്ന രംഗം ഓർമ്മയുണ്ടോ? അവർ മരിച്ചപ്പോൾ നാട്ടുകാരെയോ ബന്ധുക്കളെയോ ആ വിവരം അറിയിക്കുന്നതിന് പകരം ആ അമ്മ ആ മൃതദേഹം ആരും അറിയാതെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ ആ വിവരം മറ്റുള്ളവരെ അറിയിച്ചിരുന്നെങ്കിൽ ആ അമ്മയുടെയും മകന്റെയും ജീവിതം ഇതിലും എത്രയോ മനോഹരവും സുരക്ഷിതമായി മാറിയേനെ. പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാഹ്യമായ സാഹചര്യങ്ങളെക്കാളുപരി ആ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതം ഇത്രത്തോളം ദുസ്സഹമാക്കിയത് ആ അമ്മയുടെ തന്നെ അപകടകരമായ മാനസികാവസ്ഥയാണ്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരെ മുഴുവൻ കുഴപ്പിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. സ്വന്തം ഐഡന്റിറ്റി മുഴുവൻ നശിപ്പിച്ച് ആ തോക്ക് ഭ്രാന്തിയായ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് രക്ഷപ്പെടുന്ന അമ്മ ശരിക്കും എങ്ങോട്ടാണ് പോയത്? തനിക്ക് വേണ്ടി മകൻ എവിടെയോ കാത്തിരിപ്പുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും അവർ അവന്റെ അരികിലേക്ക് പോയില്ല. ഒരു കൊലപാതകം ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ടാകാം, അല്ലെങ്കിൽ താൻ കാരണം തന്റെ മകന്റെ ജീവിതം കൂടി തകരുമെന്ന പേടി കൊണ്ടാകാം അവർ മകനെ തേടി വരാതിരുന്നത് എന്ന ഒറ്റ നോട്ടത്തിൽ നമ്മൾ കരുതും. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും അവിടെ മറ്റൊരു വലിയ സത്യം മനസ്സിലാകും. ഇതുവരെ അമ്മ ചെയ്തതൊന്നും തന്റെ മകന് വേണ്ടി ആയിരുന്നില്ല. അതെല്ലാം അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു. മകനോടുള്ള യഥാർത്ഥ സ്നേഹം കൊണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ പോലും ആ അമ്മ സ്വന്തം ചോരയെ തേടി വരുമായിരുന്നു. പക്ഷെ അവിടെ അവർ തികച്ചും സ്വാർത്ഥയാവുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ ഇത്രയും നാളും ആ കുട്ടിയെയും കൂടെ കൊണ്ട് നടന്നത് എന്ന ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ് ഈ ക്ലൈമാക്സ് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ രീതിയിൽ ഈ ക്ലൈമാക്സ് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഇനി ആ കുട്ടിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ ശരിക്കും ഒരു സാധാരണ കുട്ടിയാണോ? മറ്റു കുട്ടികളെ പോലെ അവൻ അധികം സംസാരിക്കാറില്ല, ചിരിക്കാറില്ല. അമ്മ അവനെ വളർത്തിയത് അങ്ങനെ ആയതുകൊണ്ടാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ വെറും 6 വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൻ സിനിമയിൽ ചെയ്തു കൂട്ടുന്നത്. മുത്തശ്ശി വെടിവെക്കാൻ തോക്കെടുക്കുമ്പോൾ